സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം നിലവിൽ അനധികൃതമായി ഈ ഭാഗത്തുണ്ടായിരുന്ന അനധികൃത നിർമ്മാണമാണ് നമ്മൾ പൊളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നിർദ്ദേശാനുസരണം ഉണ്ടായിരുന്ന ഇവിടെ അനധികൃതമായി നിർമ്മിച്ച് പിന്നെ കോഴിക്കച്ചവടം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. അത് ഇന്ന് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനധികൃതമായി കണ്ടെത്തിയ ഭാഗങ്ങൾ ഇന്നത് പൊളിക്കണമെന്നുള്ള നിർദ്ദേശാനുസരണം ഞങ്ങളത് മാത്രമേ പൊളിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്തുള്ള മുഴുവനില്ല, അനധികൃതമായി ഇപ്പോൾ കണ്ടത് മാത്രം, ഡയറക്ഷൻ തന്നത് മാത്രമേ ഞങ്ങൾ പൊളിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ഭാഗമാണല്ലോ, ഹെൽത്ത് ഭാഗത്തിന് ഡയറക്ഷൻ തന്നു, ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കട ഇന്നലെ മേയർ ഇവിടെ സന്ദർശിച്ചിരുന്നു. മേയർ ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളെ വിളിച്ച് ഡയറക്ഷൻ തന്നു, അത് ഡയറക്ഷൻ ഞങ്ങൾ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ സാധാരണമാണ്. അവർക്ക് ഈ ഇയാൾക്ക് അതിനകത്തൊരു കടയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കച്ചവടം ചെയ്യാനത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവരുടെ കെട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ മാത്രമേ ഞങ്ങൾ പൊളിച്ച് നീക്കിയിട്ടുള്ളൂ. തുടർ നടപടി ഉണ്ടാവും. മേയർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തുടർ നടപടികളുണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങളത് തന്ന ഡയറക്ഷൻ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഓക്കെ. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് ആദ്യത്തെ നടപടി. ഇനി പിന്നീടുള്ള നടപടിയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് മേയർ കൃത്യമായി പറയുന്നത്. അനധികൃത കെട്ടിടങ്ങൾ കാലാകാലങ്ങളായി അവിടെ തല ഉയർത്തി നിൽക്കുന്ന അനധികൃതമായ കെട്ടിടങ്ങൾ നിലം പതിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ, ആരാണ് ഈ കെട്ടിടങ്ങളുടെ ഉടമ, എങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾ ഇത്രയും നാൾ പല മേയർമാർ മാറി വന്നിട്ടും എങ്ങനെയാണ് ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾക്ക് ഈ പാളയം മാർക്കറ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? എന്തുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു കോർപ്പറേഷൻ മേയർ വന്നപ്പോൾ ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും വളരെ നിർണായകമായ ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദ റിയൽ ആക്ഷൻ പ്ലാൻ, ബുൾഡോസർ ആക്ഷൻ, അതാണ് VV രാജേഷ് നടപ്പിലാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണ്. തലസ്ഥാനത്ത് ഒരു ചരിത്രമായി തന്നെ ഈ ആധിപത്യത്തിന് മേൽ അടിച്ച ആണിയായി തന്നെ നമുക്കിതിനെ കണക്കാക്കാം. ശ്യാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം, ഈ തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ എന്താകും ഇനിയുള്ള നടപടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ഈ പാളയം മാർക്കറ്റിനോടനുബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു ഒഴിപ്പിക്കലോ അത്തരത്തിൽ ഒരു നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വലിയ പ്രതിഷേധവുമായി ചില ആളുകളൊക്കെ തടിച്ചുകൂടുന്നത് അവിടെ നിത്യസംഭവമായിരുന്നു. പക്ഷേ നോക്കൂ, കോർപ്പറേഷൻ്റെ ഈ നടപടിയോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അവിടെ വ്യവസായി സമൂഹം പുലർത്തുന്നത്. അവിടെയുള്ള അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ എല്ലാം പൊളിച്ചു നീക്കുകയാണ്. ശ്യാം, ഇപ്പോൾ എന്താണ് പാളയം മാർക്കറ്റിലെ ഒരു സ്ഥിതി? ഏതൊക്കെ കെട്ടിടങ്ങളാണ് ഇങ്ങനെ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ആ കെട്ടിടങ്ങൾ? അതൊക്കെ എങ്ങനെയാണ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃതമായ 5ഓളം കടകളാണ് നിലവിൽ ഇവിടെ നിലകൊള്ളുന്നത്. ഈ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നോട്ടീസും എല്ലാം തന്നെ മുൻപ് തന്നെ കോർപ്പറേഷൻ കൈമാറിയിരുന്നു. കച്ചവടം നടത്തുന്ന ഉടമകൾക്ക് അല്ലെങ്കിൽ കെട്ടിടം കെട്ടിപ്പൊക്കിയ ഉടമകൾക്ക് നൽകിയിരുന്നു. എന്നാൽ അവർ ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിശദീകരണമോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നൽകിയില്ല. തുടർന്നാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെയും ഒപ്പം തന്നെ ഹെൽത്ത് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ എത്തി പൊളിച്ചു നീക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ ഒരു കെട്ടിടം മാത്രമാണ് അനധികൃതമായി നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുള്ള ഒരു കെട്ടിടം മാത്രമാണ് ഇപ്പോൾ സ്ഥലത്തു നിന്ന് പൊളിച്ചു നീക്കുന്ന നടപടികൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഹെൽത്ത് സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഈ ഒരു പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ അനധികൃതമായി തകരശീറ്റുകളും ഇരുമ്പ് തൂണുകളും കൊണ്ട് നിർമ്മിച്ച 5ഓളം കെട്ടിടങ്ങളുണ്ട്. ഈ 5ലധികം കെട്ടിടങ്ങളും എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പൊളിച്ചു നീക്കും. അതിനുള്ള നടപടികളും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന വിശദീകരണം. നിരുമ, അതായത് കോർപ്പറേഷൻ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം അവരുടെ വലിയൊരു ആക്ഷൻ പ്ലാനാണ് പാളയം മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് ചിലർ
അവരുടെ സാമ്രാജ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അനധികൃത നിർമ്മാണവും മറ്റു ഗുണ്ടാ പിരിവുകളും അനധികൃത പണപ്പിരിവുകളും എല്ലാം നിർബാധം നടന്നു പോരുകയായിരുന്നു ഈ ദശകങ്ങളിൽ അത്രയും. അതിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ഈ ഗുണ്ടാപിരിവും അനധികൃത പണപ്പിരിവും നിർത്തുകയാണ് ആദ്യം തന്നെ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അനധികൃത കെട്ടിടങ്ങൾ കൂടി അവിടെ നിന്ന് പൊളിച്ചു നീക്കുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിഷേധം എവിടെ നിന്നെങ്കിലും ഉയരുന്നുണ്ടോ ശ്യാം? അനധികൃത കെട്ടിടങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യാപകമായ ഒരു വിമർശനമുണ്ടായിരുന്നു. അതായത് മുൻ ഭരണസമിതി LDF ഭരണസമിതി ഇത്തരത്തിൽ ഗുണ്ടാപിരിവും ഒപ്പം തന്നെ അനധികൃതമായി പണപ്പിരിവ് നടത്തിക്കൊണ്ടായിരുന്നു ഈ കെട്ടിടങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് മൗനാനുവാദം നൽകിയിരുന്നത്. തുടർന്ന് വന്ന BJP ഭരണസമിതി ഇത് കണ്ടെത്തുകയും ഏതൊക്കെ കെട്ടിടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പണപ്പിരിവ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും ഇത് സംബന്ധിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് തുടക്കമെന്നോണം തന്നെയാണ് നോട്ടീസ് നൽകുകയും ആ നോട്ടീസിന് മറുപടി ലഭിക്കാത്ത പക്ഷമാണ് മേയർ VV രാജേഷ് അടക്കമുള്ള ജനപ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം മാർക്കറ്റിലെത്തി ഈ കച്ചവടക്കാരോട് സംസാരിക്കുകയും ഇത് സംബന്ധിച്ച് പൊളിച്ചു നീക്കുമെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ കെട്ടിടം അല്ലെങ്കിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആദ്യ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇന്നത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തത്. പ്രത്യേക ഹെൽത്ത് സ്ക്വാഡും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ ജീവനക്കാരും ചേർന്നാണ് ഇപ്പോൾ ഈ പൊളിച്ചുമാറ്റൽ നടപടികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് അനധികൃതമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും തകര ഷീറ്റുകളും ഇരുമ്പ് തൂണുകളിലുമാണ് ഈ കെട്ടിടങ്ങൾ അതായത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളാണ് ഇനി പൊളിച്ചു നീക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ മാംസ വിപണന കേന്ദ്രങ്ങളാണ് പൊളിച്ചു നീക്കിയിരുന്നത്. ഈ കെട്ടിടങ്ങൾ അനധികൃതമായി ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സ്ഥലത്തു നിന്നുള്ള അനധികൃതമായി പൊങ്ങിയിട്ടുള്ള കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. എന്തായാലും സ്ഥലത്ത് മറ്റ് വാക്കുതർക്കങ്ങളോ സംഘർഷ സാധ്യതകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. നിലവിൽ മുൻകൂട്ടി തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉടമകളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും മറ്റ് പൊളിച്ചു നീക്കൽ നടപടികൾക്ക് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ശ്യാം, യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷന്റെ ഈ നടപടി മൂലം ഏറെ ആശ്വാസം തോന്നുന്നത് അവിടുത്തെ കച്ചവടക്കാർക്കാണ്, പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർക്ക്. ഈ ഗുണ്ടാ സംഘങ്ങളും ഈ അനധികൃത പണപ്പിരിവുകാരും ഇവരെ മാസം തോറും ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയുണ്ട്. അവരിൽ നിന്ന് വൻതുക ഈടാക്കുന്നൊരു സ്ഥിതിയുണ്ട്. പക്ഷേ ഈ കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷം, ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അതിനാണ് ആദ്യം തടയിട്ടത്. നിയമപരമായി കോർപ്പറേഷന് ഒടുക്കേണ്ട തുക മാത്രം ഈ കച്ചവടക്കാർ നൽകിയാൽ മതി. അത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുകയായിരുന്നു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ അനധികൃതമായി അവിടെ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ അവിടെ ഇടിച്ച് കളയുന്നത്. ഈ അനധികൃത കെട്ടിടം നിർമ്മിച്ചതിന് പിന്നിലും ആ കെട്ടിടങ്ങൾ കൈയാളുന്നവരും വലിയ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളൊക്കെയായിരുന്നു. ചില സംഘടനകൾ അവർക്ക് വളരെ കൃത്യമായ പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദശകങ്ങൾ അത്രയും CPMന്റെ കയ്യിലായിരുന്നു പാളയം മാർക്കറ്റിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. അവിടുത്തെ CITU അറിയാതെ, CITU നേതാക്കൾക്ക് അവരെ പ്രീണിപ്പിക്കാതെ ഒരു കച്ചവടക്കാരനും അവിടെ നിലനിന്ന് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്, അല്ലേ ശ്യാം? ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുത്തത് മൂലം സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്കാണ് ഏറെ ആശ്വാസകരമായിരിക്കുന്നത്. പ്രധാനമായും അവരെല്ലാം തന്നെ കോർപ്പറേഷനിൽ ഒരു നിശ്ചിത തുക അടച്ച ശേഷമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ്. നിലവിൽ ഇവരെല്ലാം തന്നെ നേരത്തെ തന്നെ കോർപ്പറേഷന് മുമ്പാകെ ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വന്നിരുന്നു. കരമടയ്ക്കുന്നതല്ല, ഇത്തരത്തിൽ നിശ്ചിത തുക ഒടുക്കി ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോർപ്പറേഷനോട് വിശദീകരിച്ചിരുന്നു. ഇതിനിടയിൽ തന്നെ ഒരു വിഭാഗം ഇവിടെ അനധികൃതമായി നടത്തുന്ന കച്ചവടത്തിനെതിരെ ഇവർ സംഘടിതമായി പരാതി നൽകിയിരുന്നു. എന്നാൽ അന്നെല്ലാം തന്നെ LDF ഭരണസമിതി ഇത്തരത്തിൽ ഈ പരാതി കേൾക്കുകയും മറുവശത്തോടുകൂടി തന്നെ ഈ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അല്ലെങ്കിൽ അനധികൃത കച്ചവട ത്തിന് ഒത്താശ നൽകുന്ന രീതിയിലുമായിരുന്നു അന്നത്തെ ഭരണസമിതി പ്രവർത്തിച്ചിരുന്നത്. അതിന് ഒരു പൂട്ട് വീണത് BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയതോടുകൂടിയാണ്. തുടക്കത്തിൽ തന്നെ ആ കോർപ്പറേഷനിൽ ഭരണത്തിലേറിയ തുടക്കത്തിൽ തന്നെ പ്രധാനമായും അനധികൃത കച്ചവടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അന്ന് തന്നെ മേയർ VV രാജേഷ് അടക്കമുള്ളവർ ചെറുകിട കച്ചവടക്കാർക്കടക്കം ഉറപ്പു നൽകുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിൽ ഏതൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്
ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതിന്റെ കണക്കെടുപ്പുകൾ നടത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നേരിട്ട് മേയർ അടക്കമുള്ള സംഘം നേരിട്ടെത്തി ഈ ഒരു മാർക്കറ്റ് സന്ദർശിക്കുകയും തുടർന്ന് അതിന്റെ നടപടികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും ചെറുകിട കച്ചവടക്കാർക്ക് ഇപ്പോൾ ഈ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന ഈ ഒരു അനധികൃത പൊളിച്ചു നീക്കൽ നടപടികൾ വളരെയധികം ആശ്വാസകരമാണ്. നിരുമ. ഓക്കെ ശ്യാം, തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. ശ്യാമപ്രസാദാണ് പാളയം മാർക്കറ്റിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.